കാട്ടാന ഭീതിയിലാണ് പത്തനംതിട്ട കോന്നിയിലെ കൊന്നപ്പാറ നിവാസികൾ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. പ്രദേശവാസികൾ വലിയ പ്രതിഷേധത്തിലാണ്. കോന്നി പഞ്ചായത്തിലെ 6-ാം വാർഡിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. എന്തായാലും ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം വലിയ രൂക്ഷമായിരിക്കും. ഇന്നലെയും ഈ പ്രദേശത്തെ കാട്ടാന ഇറങ്ങി കൃഷിയും അതുപോലെ തന്നെ മറ്റ് ശല്യങ്ങളും ചെയ്തിട്ടുണ്ട്. എന്തായാലും നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ചേട്ടൻ്റെ കൃഷിയില്ലെന്ന് വെച്ചാൽ എങ്ങനെയാണ് സംഭവം? എൻ്റെ തന്നെയാണ്. എങ്ങനെയായിരുന്നു? എപ്പോഴും ഇറങ്ങിയെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും 5 കൂടി ഞാനിവിടെ ഉണ്ടായിരുന്നു, കൃഷി സ്ഥലത്തുണ്ടായിരുന്നു. അതിന് ശേഷമാണ് അത് ഇറങ്ങിയിരിക്കുന്നത്. ഒന്നിൻ്റെ വഴിയും അവിടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു, പ്ലാവിലെ ചക്കയും എല്ലാം നശിപ്പിച്ചിട്ട് പോയി. സ്ഥിരം ഇങ്ങനെ ഒരു സ്ഥിരം ആദ്യമല്ല, 100 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. വലിയ നഷ്ടം ഉണ്ടായിരുന്നു. അതിൽ നല്ലവരുണ്ട്, വാഴയെല്ലാം പോയിട്ടുണ്ട്. എൻ്റെ തന്നെയല്ല ഇവിടെ വെറുതെ ഇവിടെ അയൽവാസികളുടെ എല്ലാം വാഴ നശിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് ഈ കൈത നട്ടതുകൊണ്ടാണ്. കൈത ഒരു 25 വർഷം മുമ്പ് ഇവിടെ കൈത ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ നിരന്തരമായി ഇവിടെ ഈ ആക്രമണം നടക്കുന്നതായിട്ടാണ് ഇപ്പോൾ ബോധ്യപ്പെടുന്നത്. ഇപ്പോൾ ഏറ്റവും അടുത്ത ദിവസം ഞള്ളൂർ ആവോലിക്കുഴി ഈ വനവാസ മേഖല വിട്ട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. കൃത്യമായ പരിഹാരം അതെന്താണെന്ന് വെച്ചാൽ, ഇത് കൃഷിഭൂമി ആയതുകൊണ്ട് കൃഷിക്കാർ ചെയ്യട്ടെ അല്ലെ കൃഷിഭവൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റുന്നൊരു കാര്യമല്ല. ഞങ്ങൾക്ക് രാവിലെ നടക്കാൻ വരുന്ന ആൾക്കടക്കം ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഒരു ബാധ്യത കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. അത് കൃത്യമായി നടപ്പാക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ബദൽ നടപടി എന്ന നിലയിൽ പ്രത്യേക സമരത്തിലേക്ക് പോകും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ROയുടെയും DFOയുടെയും ഓഫീസിന് മുമ്പിലേക്ക് ജനകീയ സമരങ്ങൾ നടന്നു. ഇനി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കൊന്നപ്പാറയിൽ നിന്നും വേണമെങ്കിൽ അങ്ങനെ സമരം സംഘടിപ്പിക്കേണ്ടി വരുന്നാൽ അതിന് ഞങ്ങൾ തയ്യാറാവും. എങ്ങനെയാണ് ആളുകൾ വലിയ പ്രശ്നത്തിലാണ്? വന്യമൃഗ ശല്യം, പ്രത്യേകിച്ച് കാട്ടാനയുടെ ശല്യം ഇപ്പം ജനവാസ മേഖലയിലാണ് ഇപ്പം വ്യാപകമായി കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനൊരു കാരണം ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഫെൻസിങ് പരിപാടി ഏകദേശം വിജയമാണ്. അതുകൊണ്ട് ആ ഫോറസ്റ്റിന്റെ ഏരിയയിലുള്ള ഈ ആനയുടെ വരവ് നിന്നിട്ട് അത് മറ്റു വഴി തേടി ജനവാസ മേഖലയിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ തന്നെ ആവലിക്കുഴി ഭാഗത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു കൂട്ടം ആനകളാണ് നമ്മുടെ തവളപ്പാറയിൽ കഴിഞ്ഞ ദിവസം വന്ന് ഇത്രയും വലിയ നാശനഷ്ടം ഉണ്ടാക്കിയത്. എന്നിരുന്നാൽ തന്നെയും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട്, റേഞ്ച് ഓഫീസറുമായിട്ട് ഞങ്ങളെല്ലാവരും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലെ ഫെൻസിങ് ഏകദേശം പൂർത്തീകരിച്ച് അത് ഏകദേശം വിജയപ്രദമാണ്. ഇനിയിപ്പം സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയാണ് ഈ ഫെൻസിങ് ചെയ്ത് സംരക്ഷിക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.